ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ ശ്രദ്ധേയമായ നിരീക്ഷണം ശബരിമല സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ടാണ്. ഗൂഢാലോചനയും ഉന്നത പങ്കും അന്വേഷിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി. 2019 മിനിറ്റ്സ് സംബന്ധിച്ചാണ് നിർദ്ദേശം. മിനിറ്റ്സ് അതീവ രഹസ്യമായി സൂക്ഷിച്ച് ഹൈക്കോടതി രജിസ്ട്രാർക്ക് അതിന്റെ പകർപ്പ് കൈമാറണം. വിശാലമായ അന്വേഷണം അനിവാര്യമെന്നും ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ വർഷം സ്വർണം പൂശാൻ മുൻകൈയെടുത്തത് PS പ്രശാന്താണ്. തിരുവാഭരണം കമ്മീഷണർ നിലപാട് മാറ്റിയത് പ്രശാന്തിന്റെ നിർദ്ദേശമനുസരിച്ചെന്നും കോടതി ഉത്തരവിൽ പരാമർശമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ എടുത്ത 2 കേസുകളിലെ പ്രതികളെയും കക്ഷികളെയും ഒഴിവാക്കി പുതിയ FIR രജിസ്റ്റർ ചെയ്യാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. നിർണായകമായ നീക്കമാണെന്ന് ഉണ്ടായിരിക്കുന്ന ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അസാധാരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുതിയ വിധി വളരെ പ്രധാനപ്പെട്ട ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഇതിപ്പോൾ ഉന്നതരിലേക്ക് അന്വേഷണം പോകും. കാരണം ചെറിയ മീനുകളല്ല, വലിയ തോതിൽ കാര്യങ്ങളിലേക്ക് പോകുന്നു. വമ്പൻ സ്രാവുകൾ കുടുങ്ങും എന്ന് വേണം കരുതാൻ, അല്ലേ? ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന SIT ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അടച്ചിട്ട മുറിയിലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഹൈക്കോടതി ഈ വിഷയം ചർച്ച ചെയ്തത്. അടച്ചിട്ട മുറിയിലായിരുന്നു. പൂർണ്ണമായും, അതായത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു അന്വേഷണം ആയിരിക്കണം ഇതിനുണ്ടായിരിക്കേണ്ടതെന്ന് കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോടതി മുറിയിലെ മറ്റ് പ്രൊസീഡിങ്സ്, അതായത് ഓൺലൈൻ കോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശബ്ദം മ്യൂട്ട് ചെയ്തിട്ടാണ് ഈ പ്രൊസീഡിങ്സ് നടന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും പുറത്തു പോകരുതെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഹാജരാക്കുമ്പോൾ കോടതിയുടെ പരാമർശങ്ങളിൽ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ 2025 ഇടപെടലുമായി ബന്ധപ്പെട്ട് വലിയ രൂക്ഷമായ വിമർശനമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ജൂലൈ 30, 2025 തിരുവാഭരണം കമ്മീഷൻ ഈ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസിന് അതിനുവേണ്ട സാങ്കേതികതയില്ല. അതുകൊണ്ട് സ്വർണ്ണപ്പാളി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അത് പരമ്പരാഗതമായ രീതിയിൽ തന്നെ വേണം അത് ചെയ്യാൻ എന്നുള്ള നിർദ്ദേശം വയ്ക്കുകയും അതേ തിരുവാഭരണ കമ്മീഷൻ 7ാമത്തെ ദിവസം, അതായത് ഓഗസ്റ്റ് 8, 2025 മറ്റൊരു കത്തിലൂടെ തൻ്റെ നിലപാട് മാറ്റുന്നതായിട്ടാണ് കണ്ടത്. അതേപോലെ തന്നെ 21 ഓഗസ്റ്റിന് തന്നെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അടിയന്തിരമായി സ്വർണം പൂശുന്ന നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണം എന്ന് സൂചിപ്പിക്കുന്നതായി കണ്ടു. 3/9/2025 ഈ സ്വർണ്ണപ്പാളി അടിയന്തിരമായി സ്വർണ്ണം പൂശണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് തിരുവാഭരണം കമ്മീഷൻ മെയിൽ അയച്ചിരിക്കുന്ന സാഹചര്യം കൂടി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു മതസ്ഥാപന നിയമത്തിലെ സെക്ഷൻ 15A(2) പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരെയും അതുപോലെ കീഴുദ്യോഗസ്ഥരെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും ബോർഡാണ്. ബോർഡ് അത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വിട്ടുമാറി ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം വെച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും കോടതി പറയുന്നുണ്ട്. അതായത് നിയമപരമായ ബാധ്യതകളിൽ ഒന്ന് അതിൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്ന് തന്നെയാണ്. അതിൽ ഈ ഉദ്യോഗസ്ഥരുടെയും മറ്റ് ജീവനക്കാരുടെയും മേൽ ഫലപ്രദമായ മേൽനോട്ടവും നിയന്ത്രണവും നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് പാലിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും മറ്റൊരാളുടെ ചുമലിലേക്ക് ചുമത്താനോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥരുടെ തലയിലേക്ക് ചുമത്താനോ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കഴിയില്ല എന്ന് കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ഇതിൽ ചാർജ് ചെയ്യാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. IPC സെക്ഷൻ 34 അത് ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 6 ആഴ്ചയാണ് SIT ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന 6 ആഴ്ചയാണ്. പക്ഷേ 2 ആഴ്ച കൂടി നീട്ടി നൽകണമെന്ന് SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഈ അന്വേഷണം തുടങ്ങി 10 ദിവസമായി. ഇന്ന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒരു പക്ഷേ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും നവംബർ 15 വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിഗണിക്കും. പ്രത്യേകിച്ചും കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അതിൽ ദേവസ്വം ബോർഡിനെയും വിജിലൻസിനെയും അതുപോലെ സർക്കാരിനെയും കക്ഷികളാക്കിക്കൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി മുതൽ ഈ കേസിൻ്റെ പ്രൊസീഡിങ്സിൽ സർക്കാരും ദേവസ്വം ബോർഡും വിജിലൻസുമായിരിക്കും കക്ഷികളാവുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും ഇതിൽ നിന്നും കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കേസിൽ കക്ഷി ചേരുന്ന ആളുകളിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈ ഉത്തരവിൻ്റെ ആയാലും മറ്റു പ്രൊസീഡിങ്സിൻ്റെ ആയാലും കോപ്പി അവർക്ക് കൂടി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതായത് അത്ര അധികം രഹസ്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. മാത്രമല്ല, ശബരിമല ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്ക് കോടതിയിൽ ഹാജരാക്കണമെന്ന് തന്നെയാണ്. അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ച് ഹൈക്കോടതി രജിസ്ട്രാർക്ക് അത് കൈമാറണം, അതിൻ്റെ കോപ്പി കൈമാറണം. 2019 മിനിറ്റ്സ് ബുക്കാണ് ഹാജരാക്കാനും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വിശാലമായ അന്വേഷണം. രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ പഴകുളം മധു, കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പഴകുളം മധു, ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 2025 ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സംശയങ്ങളിലാണ്. ആ വിഷയങ്ങളും അന്വേഷിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആരും മുക്തരല്ല. വൻസ്രാവുകളിലേക്കാണോ അന്വേഷണം?